ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്ത് 38, 39 ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പാരായണപരമായി നാം അറിയേണ്ടതായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിലെ തജ്വീദ് നിയമങ്ങൾ വളരെ ചുരുക്കി സൂചിപ്പിക്കുകയാണ്. വആദൻ വസമൂദ, വആദൻ വസമൂദ. ഇവിടെ ആദൻ എന്നതിലെ തൻവീനിന് ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഭാഗികമായ നാഖിസായ ഇദ്ഗാമാണ് ഇവിടെ ഉള്ളത്. വആദൻ വസമൂദ. വസമൂദ എന്നതിന് ശേഷം ഒരലിഫ് എഴുതിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ റിവായത്ത് പ്രകാരം ആ അലിഫിന് ഒരു സ്ഥാനവും തന്നെ ഇല്ല. വഖഫിലായിരുന്നാലും വസ്ലിലായിരുന്നാലും ആ അലിഫിന് നമ്മുടെ റിവായത്ത് പ്രകാരം യാതൊരു സ്ഥാനവും തന്നെ ഇല്ല. ധാരാളം ഖാരികൾ അവിടെ വസമൂദൻ വഖദ് തബയ്യന എന്ന് അതിനെ സർഫ് ചെയ്തുകൊണ്ട് തൻവീൻ നൽകിക്കൊണ്ട് ഓതിയിട്ടുണ്ട്. ആദൻ എന്നതുപോലെ തന്നെ വസമൂദൻ എന്ന് തൻവീൻ നൽകിക്കൊണ്ട് ധാരാളം ഖാരികൾ ഓതിയിട്ടുണ്ട്. എന്നാൽ നമ്മളത് ഗൈറു മുൻസരിഫായി അല്ലെങ്കിൽ മംനൂ മിന സർഫാക്കിക്കൊണ്ട് ഓതുകയാണ്. വസമൂദ എന്ന് മാത്രമാണ് നമ്മൾ ഓതുക. വഖഫിൽ വസമൂദ് എന്ന് സുക്കൂനി മുതലാണ് നമ്മൾ വഖഫ് ചെയ്യുക. ചുരുക്കി പറയാം, വആദൻ വസമൂദ വഖദ് തബയ്യന ലക്കും. അവിടെ വസമൂദ എന്നതിന് ശേഷമുള്ള അലിഫ് ഉച്ചാരണത്തിൽ ഇല്ല എന്ന സൂചനയാണ് അലിഫിന് മുകളിൽ ഒരു വൃത്താകൃതിയിലുള്ള ചിഹ്നം നൽകിയത്. ശേഷം വഖദ് തബയ്യന, വഖദ് തബയ്യന. നേരത്തെ വലഖദ് തറക്ന എന്ന് 35 നാം ഓതിയതുപോലെ വഖദ് തബയ്യന എന്നത് വഖദ് തബയ്യന. ദാലിനെ തായിൽ പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് തജാനുസ് ഉള്ളതിനാൽ ഒരേ മഖ്റജിൽ നിന്നുള്ള വ്യത്യസ്ത സിഫത്തുകളുള്ള വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ എന്ന് പറയാം. ഒരേ മഖ്റജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദാലും താവും, ഇവയെ മുത്തജാനിസൈൻ എന്നാ പറയുക. മുത്തജാനിസൈൻ ഒരേ മഖ്റജിൽ നിന്നുള്ളതായതുകൊണ്ട് ഒരേ ഇനം അല്ലെങ്കിൽ ഒരേ ജിൻസിൽപ്പെട്ടത് എന്നർത്ഥം. മുത്തജാനിസൈനിയായ രണ്ടക്ഷരങ്ങളെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്യുകയാണ്. ഇദ്ഗാം സഗീർ. അപ്പോൾ ഇദ്ഗാമുൽ മുത്തജാനിസൈനി സഗീർ എന്നാണ് അതിന്റെ പൂർണ്ണനാമം. അങ്ങനെ ലയിപ്പിക്കുന്നു. വഖദ് തബയ്യന. ഖാഫിന് തഫ്ഖീം കൊടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. വഖ എന്നല്ല, വഖദ് തബയ്യന, വഖദ് തബയ്യന ലക്കും. ലക്കും മിൻ. ഇവിടെ സാക്കിനത്തായ മീമിന് ശേഷമുള്ള മീമിൽ ലയിപ്പിക്കുന്നു. ഇദ്ഗാം മിസ്ലൈനി അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നൊക്കെ പേര് പറയാം. മണിച്ചുകൊണ്ട് ഒറ്റ ശബ്ദമുള്ള മീമാക്കി ഉച്ചരിക്കുകയാണ്. ലക്കും മിൻ മിൻ മസാകിനിഹിം. ഇവിടെ നൂനിനെയാണ് മീമിലേക്ക് ലയിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ഗാം ബിഗുന്ന കാമിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അഹ്കാമുൻ നൂനി സാക്കിന തൻവീനിൽ വരുന്ന നിയമമാണ്. അപ്പോൾ രണ്ട് ഇദ്ഗാം വ്യത്യാസമുണ്ട്. ലക്കും മിൻ, അതുപോലെ മിൻ മസാകിൻ, മിൻ മസാകിനിഹിം. രണ്ടും ഇദ്ഗാമിൽ രണ്ട് വിഭാഗമാണ്, രണ്ട് ഇനമാണ്. എന്നാൽ രണ്ടിലും തന്നെ ഇദ്ഗാം ചെയ്യപ്പെടുന്നതോടുകൂടി മുശദ്ദദത്തായ ഒറ്റ മീം മാത്രമാണ് ഉച്ചരിക്കപ്പെടുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ മസാകിനിഹിം വസയ്യന ലഹുമുശ് ശൈത്താൻ. വസയ്യന ലഹുമുശ് ശൈത്താൻ. ലഹും അശ്ശൈത്താൻ. അവിടെ
ഇൽത്തിഖാ സാക്കിനൈന്റെ പരിഹാരമായി മീമിന് ദമ്മ നൽകി. ലഹുമുഷ് ശൈത്വാൻ എന്ന് ഓതേണ്ടതാണ്. ശൈത്വാൻ എന്നതിൽ ത്വായിനും അലിഫിനും തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. ഇസ്തിഅലാന്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്നു, ആ ദീർഘത്തിനും തഫ്ഖീം നൽകുക. وزين لهم الشيطان أعمالهم فصدهم. അപ്പോൾ എല്ലാ അലിഫുകളെയും നിങ്ങൾ പരിശോധിക്കുക. ഇസ്തിഅലാന്റെ അക്ഷരമാണ്. തഫ്ഖീമിന്റെ റാ, ഇസ്മുൽ ജലാല, അല്ലാഹ് തുടങ്ങിയ അലിഫുകൾക്കൊക്കെയും തഫ്ഖീമായിരിക്കും. മറ്റ് അലിഫുകൾക്കൊക്കെ തർക്കീഖാണ് എന്നത് വേർതിരിച്ച് ഉച്ചാരണത്തിൽ വ്യക്തമാവണം. അഅ്മാലഹും ഐന് മുതവസ്സിത്തതായ ഹർഫാണ്. അഅ്മാലഹും ഫസദ്ദഹും, അവിടെ അഅ്മാലഹും എന്നതിലെ സാക്കിനത്ത മീം ശേഷം ശഫവിയായ അക്ഷരമായ ഫാ വന്നു. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം, അല്പം പോലും മണിച്ചു പോവാതെ വ്യക്തമായി രണ്ടക്ഷരങ്ങളും മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അപ്പോൾ ഇൽഹാർ ശഫവി എന്നതാണ് അതിന്റെ നിയമം. അഅ്മാലഹും ഫസദ്ദഹും, അവിടെയും ഇൽഹാർ ശഫവി തന്നെ. ഫസദ്ദഹും അനിസ്സബീൽ, ഫസദ്ദഹും അനിസ്സബീൽ, അൻ അസ്സബീൽ ഇവിടെ ഇൽത്തിഖാ സാക്കിനിന്റെ പരിഹാരമായി അനിസ്സബീൽ എന്നോതുന്നു. വകാനൂ മുസ്തബ്സിരീൻ, വകാനൂ അവിടൊക്കെ വകാനൂ അലിഫിന്റെ തർക്കീഖ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഫാലിന്റെ അക്ഷരത്തെയാണ്, കാഫിനെയാണ് ദീർഘിപ്പിക്കുന്നത്. വകാനൂ മുസ്തബ്സിരീൻ, സ്വാദിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. മുസ്തബ്സിരീൻ, മുസ്ത എന്നൊന്നും ഇപ്പോൾ വരുന്നത് മുസ്തബ്, ബാഇന് ഖൽഖല സൂറ കൊടുക്കുക, ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. മുസ്തബ്സിരീൻ. وقارون وفرعون وهامان. وقارون ഖാഫിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്, അതിനെയാണ് ദീർഘിപ്പിക്കുന്നത്. അപ്പോൾ ദീർഘത്തിലും തഫ്ഖീം. വഖാറൂന, റാഇന് തഫ്ഖീം കൊടുക്കണം. വഖാറൂന വഫിർഔന, റാഇന് തർഖീഖാണ്, കാരണം സാക്കിനത്തായ റാഉം തൊട്ടു മുമ്പിൽ അസ്ലിയായ സാബിത്തായ സ്ഥിരപ്പെട്ട അസ്ലിയത്തായ കസ്റയും വന്നിട്ടുണ്ട്. ഫാഇന്റെ കസ്ർ സ്ഥിരപ്പെട്ടതാണ്. വഫിർഔന വഹാമാൻ, ഹാമാൻ ഹോമോൻ അല്ല, വഹാമാൻ എല്ലാ അലിഫുകളും തർക്കീഖാണ്. അക്ഷരങ്ങളൊക്കെയും ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ തർക്കീഖ് ചെയ്തിരിക്കുക. وقارون وفرعون وهامان ولقد جاءهم. ولقد ഇതിൽ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം, ദാലിന് ഖൽഖല സൂറ, ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് സുക്കൂനിനെ ഉച്ചരിക്കുക. ولقد جاءهم موسى. ജാഅഹും ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. മദ് മുത്തസിൽ വാജിബ് ഒറ്റ പദത്തിലാണ് ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും വന്നിരിക്കുന്നത്, ചേർന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുത്തസിൽ എന്ന് പറയുന്നത്. വാജിബ് നിർബന്ധമായും അതിനെ ദീർഘിപ്പിക്കൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ, 4-5 ഹറക്കത്തിന്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കാം. അപ്പോൾ വലഖദ് ജാഅഹും ദീർഘത്തിൽ തർക്കീഖാണ്, കാരണം ജീമിനെയാണ് ദീർഘിപ്പിക്കുന്നത്. ഇസ്തിഫാലിന്റെ ഹർഫ്. ജാഅഹും മൂസ, മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കുക. സാക്കിനത്തായ മീം ശേഷമുള്ള മുതഹർരിക്കത്തായ മീമിൽ ലയിപ്പിച്ച് ഒറ്റ ശബ്ദത്തുള്ള മീമായി മണിച്ചുകൊണ്ട് ചരിക്കുക.
ഇദ്ഗാം ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് നൽകാം. ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്. എല്ലാ അലിഫുകൾക്കും തർക്കീഖ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഹർഫുകളും തർക്കീഖിൻ്റെതാണ്. ബിൽ ബയ്യിനാത്തി ഫസ്തക്ബറൂ എല്ലാ അക്ഷരങ്ങളും തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിന്റെ ഹർഫുകൾ റോ ഒഴികെ. അതിൽ കാഫിന്റെ സുക്കൂനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഷിദ്ദത്ത് ഉച്ചാരണത്തിലുണ്ട്, പക്ഷെ ഹംസ് ഇങ്ങോട്ട് വരില്ല. അതാണ് ചിലരുടെ അവസ്ഥ. കാഫും താവും ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ചും മഹ്മൂസായ അക്ഷരമാണ്. കാഫ് വ്യക്തമായി മഹ്മൂസായ അതിന്റെ ഹംസ് വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ് സൂചിപ്പിച്ചത്. ഷദീദുമായ അക്ഷരമാണ്. അപ്പോൾ ഫസ്തക്ബറൂ റാഇന് തഫ്ഖീം കൊടുക്കുക. ഫസ്തക്ബറൂ ഫിൽ അർദി റാഇനും ളാദിനും തഫ്ഖീം. ളാദിന്റെ കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം ളാദിന് കൊടുക്കുക. ഫിൽ അർദി വമാ കാനൂ സാബിഖീൻ. വമാ കാനൂ പറയരുത്, മറിച്ച് ഇസ്തിഫാലിന്റെ ഹർഫുകളെ തർക്കീഖ് ചെയ്യണം. അലിഫുകൾക്കും തർക്കീഖ്. വമാ കാനൂ സാബിഖീൻ. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം, കാരണം അതിന് കസ്റയാണ്, മക്സൂറത്താണ് എന്നതുകൊണ്ട്. സാബിഖീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وعادا وثمود وقد تبين لكم من مساكنهم وزين لهم الشيطان أعمالهم فصدهم عن السبيل وكانوا مستبصرين. وقارون وفرعون وهامان ولقد جاءهم موسى بالبينات فاستكبروا في الأرض وما كانوا سابقين.